ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് അയച്ചു തന്നതാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ പൂരം, പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇത് പറയുമ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് ഇടറുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വട്ടം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് വെക്കേഷൻ തുടങ്ങുന്നത് 6-ാം തീയതിയാണ്. 5-ാം തീയതി ഞായറാഴ്ച ആയ കാരണം ഞാൻ 4-ാം തീയതിയിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 5-ാം തീയതി നാട്ടിലെത്തുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ മാത്രമല്ല, എൻ്റെ എല്ലാവരും. അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി വീഡിയോ പോയി എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അത് കാരണമാണ് എൻ്റെ സൗണ്ട് ഇടർന്നത്. അച്ഛൻ ഈ വയസ്സായ പ്രായത്തും മോൾക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് പോയി വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. എൻ്റെ ഫ്രണ്ട്സിനോട് തൃശ്ശൂർ പൂരത്തിൻ്റെ കഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ കേരളീയർക്ക്. കാരണം കേരളത്തിൻ്റെ ദേശീയോത്സവം പോലെ ഇന്ന് തൃശ്ശൂർ പൂരം, പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർക്കാരി ആയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. തൃശ്ശൂർ എൻ്റെ സ്ലാങ് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. ചിലരൊക്കെ എന്നോട് പറഞ്ഞു കുറച്ച് സ്റ്റൈല് മാറ്റാം. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനാവാനേ പറ്റുള്ളൂ. എൻ്റെ എന്താ പറയുക, ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നുള്ളോട്ടാ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഐതിഹ്യമൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ശക്തൻ തമ്പുരാനാണ്, കൊച്ചി രാജാവായിരുന്നു അദ്ദേഹമാണ് ഈ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. നമ്മുടെ പണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൂരം എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരമായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിന് 30 ദേവതകളും എത്തും എന്നാണ് ഐതിഹ്യം. അപ്പോൾ എന്താ പറയുക, 1798 ഒരു കനത്ത മഴ കാരണം തൃശ്ശൂരിലെ പല അമ്പലങ്ങൾക്കും അവിടെ എത്തിച്ചേരാൻ ആ സമയത്തിന് പറ്റാതെയായി. അപ്പോൾ എന്താ ചെയ്യുക, ആറാട്ടുപുഴ അമ്പലത്തിലെ ഭാരവാഹികൾ അവരെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. അതിൽ മനംനൊന്ത് അവരെല്ലാവരും കൂടി ശക്തൻ തമ്പുരാൻ്റെ വേറൊരു പേരുണ്ട്, അതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. രാമവർമ്മ കുഞ്ഞിത്തമ്പുരാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ പേരെല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിലെത്തിയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ശക്തൻ തമ്പുരാൻ അറിയാം. ശക്തൻ തമ്പുരാൻ്റെ പേരിൽ തന്നെ ഒരു സ്റ്റാൻഡുണ്ട്, ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡ്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്താണ് ഈ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂരിൻ്റെ ഈ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള ഒരു 10 ക്ഷേത്രങ്ങളാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അത് 5 ശക്തൻ തമ്പുരാൻ രാജാവ് വിഭജിച്ചു. കിഴക്കേ സംഘം, പടിഞ്ഞാറേ സംഘം എന്ന് പറഞ്ഞ്. അപ്പോൾ കിഴക്കേ സംഘത്തിൽ വരുന്നത് പാറമക്കാവ് ഭഗവതി ക്ഷേത്രം, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, പനമുക്ക് പള്ളി ശാസ്താ ക്ഷേത്രം, ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രം, പൂക്കാട്ടുകര കാരമുക്ക് ഭഗവതി ക്ഷേത്രം. ഇങ്ങനെയുള്ള 5 അമ്പലമാണ് കിഴക്കേ സംഘത്തിലുള്ളത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പാറമക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് സംഘത്തിലും 5 അമ്പലങ്ങളുണ്ട്. തിരുവമ്പാടി ക്ഷേത്രമാണ് ഇതിൻ്റെ ഹെഡ്. കണിമംഗലം ശാസ്താ ക്ഷേത്രം, ലാലൂർ ഭഗവതി ക്ഷേത്രം, അയ്യന്തോൾ ശ്രീ കാർത്തിയായനി ക്ഷേത്രം, നേറ്റിലക്കാവ് ഭഗവതി ക്ഷേത്രം. അങ്ങനെ 5 സംഘം പടിഞ്ഞാറും 5 സംഘം കിഴക്കായിട്ടുണ്ട്. അപ്പോൾ കുടമാറ്റം എന്ന് പറയുന്നത് ഭയങ്കരതയിൽ 2 ടീമിനും സീക്രസി ആയിട്ട് കുറച്ച് കുടകളുണ്ടായിരിക്കും, അത് കാണിക്കില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് പബ്ലിക്കിന് ഒരു എക്സിബിഷൻ പോലെ കാണിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ പോകുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വല്യമാമൻ്റെ വീട് തൃശ്ശൂർ അടുത്ത് തന്നെയാണ്. അപ്പോൾ വല്യമാമൻ ഞങ്ങളെ എന്താ പറയുക, പെങ്ങന്മാരെ മക്കളെയൊക്കെ സ്വന്തം മക്കളെ പോലെ കാണുന്നത്. അപ്പോൾ മാമൻ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്, കാണിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ കുഞ്ഞാണെങ്കിലും എന്താ പറയുക, തൃശ്ശൂർ പൂരം, സാമ്പിൾ വെടിക്കെട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സിബിഷൻ, അങ്ങനെ ഭയങ്കര ആഘോഷം പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർ പൂരം. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ അച്ഛൻ ഒരുപാട് താങ്ക് യു. കുടമാറ്റമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം. അന്നത്തെ ദിവസം ടി വിയുടെ മുന്നിൽ നിന്ന് എനിക്കില്ല, എന്താ പറയുക, നമുക്ക് അവിടെ പോയി കാണാൻ പറ്റാത്തവരെല്ലാവരും ടി വിയുടെ മുന്നിലായിരിക്കും.
അപ്പോൾ 2 സംഘത്തിനും ഓരോ എന്താ പറയുക എക്സിബിഷൻ ഹാൾ ഉണ്ടായിരിക്കും. അവിടെ പലതരം വെറൈറ്റീസ് ഓഫ് കുടകൾ ഉണ്ടായിരിക്കും. നല്ല രസമാണ്. എനിക്ക് കൊല്ലത്ത് എന്തായാലും മിസ് ചെയ്തു. അടുത്ത കൊല്ലം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കമായിട്ട് 7 ദിവസം തൊട്ടിട്ട് പ്രോഗ്രാം തുടങ്ങും. അപ്പോൾ 7 ദിവസം മുന്നേ കൊടിയേറ്റം ഉണ്ടായിരിക്കും. കൊടിയേറ്റത്തിന് ഈ 10 അമ്പലങ്ങൾ പങ്കെടുക്കണ 10 അമ്പലങ്ങളും അതിൽ ഭാഗമായിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ വടക്കേ ഗോപുരനട തുറക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മുന്നോടിയായി എന്താ പറയുക, പൂരം വിളംബരം എന്നിട്ടൊരു പരിപാടിയുണ്ട്. അതിന് വടക്കേ ഗോപുരനടയിൽ നിന്ന് നെയ്യാറ്റിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആന തിടമ്പേറ്റിയിട്ട് പുറത്തിറങ്ങണതാണ് പൂരത്തിൻ്റെ വിളംബരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ എന്താ പറയുക, ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന പ്രോഗ്രാം ട്ടാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് തൃശ്ശൂർ എന്താ പറയുക, ഭാഷയിൽ വരുന്നൊരിതാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാനായിട്ടും ഭയങ്കര പബ്ലിക് ഉണ്ടായിരിക്കും ട്ടാ. അപ്പോൾ ഞാനിതിലെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും മ്യൂട്ട് ഇട്ടിട്ടില്ല, കാരണം പബ്ലിക്കിൻ്റെ ഒക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇതിൽ മുന്നിട്ട 1-2 വീഡിയോയിൽ മോനാണ് എന്താ പറയുക ഇതിൽ ഇട്ടത്. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ പറഞ്ഞു, മറ്റേ ഹനുമാൻജിയുടെ വീഡിയോ ഞങ്ങളിവിടെ ഒരു ഹനുമാൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ എടുത്തതായിരുന്നു. അപ്പോൾ അതായാലും മോൻ പറഞ്ഞു വേണ്ട മമ്മി അത് ഒറിജിനൽ സൗണ്ട് ഇങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അത് കാരണം അതും മ്യൂട്ട് ഇടാഞ്ഞത്. എല്ലാവരും മാക്സിമം പോയി തൃശ്ശൂർ പൂരം കാണാൻ നോക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയില്ലെങ്കിൽ എക്സിബിഷൻ പോയി കാണാൻ നോക്കുക. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയാം തൃശ്ശൂർ പൂരം. അപ്പോൾ എല്ലാവരും കാണുക. ബാക്കിയുള്ള വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇത് എക്സിബിഷൻ്റെ വീഡിയോ അച്ഛൻ പോയി എടുത്തിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഇപ്രാവശ്യം കാലത്തന്നെ തിരക്കായില്ലേ? മറ്റേത് ഉച്ചവരെ കുഴപ്പമുണ്ടാവില്ല.